ഹലോ ഗൈസ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. വാട്ട് എ മാച്ച് മാൻ, വാട്ട് എ മാച്ച്. എന്ത് കളിയട ഇത്. അയ്യോ, ടെൻഷൻ അടിച്ച് മനുഷ്യൻ BP ഓടിച്ച് അത്തേനും. സത്യമായിട്ടും ഒരു കളി ആദ്യമായിട്ടാണ് രണ്ട് ഇന്നിങ്സിലും ഒരുപോലെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ കാണുന്നത്. സത്യം പറയാലോ, ഇന്ത്യ ബാറ്റിങ്ങിന് ഇറങ്ങി, അത് കഴിഞ്ഞ് ലവ്മാർ ഇറങ്ങിയപ്പോഴായിരുന്നു ടെൻഷനോട് ടെൻഷൻ. ലാസ്റ്റ് ഓവർ 11 ഇവിടെ ദൂബെ എറിയാൻ വന്നപ്പോ കൊഞ്ഞ് കൊടുത്തപ്പോഴേ എന്റെ നെഞ്ചു കടന്ന് ഇടിക്കുമ്പോ ദൈവമേ 30 റൺ ഇവൻ കൊടുക്കും എന്നുള്ള ഒരു ഇതാണ്. അതും സ്ട്രൈക്കിൽ നിൽക്കുന്ന 11 ബെത്തല്ല്. സത്യം പറഞ്ഞ അവന്റെ പേര് പോലെ തന്നെ ഹെല്ല്, നമ്മളെയൊക്കെ ഹെല്ല് കാണിച്ചു. ഇന്ത്യൻ ക്രിക്കറ്റ് ഫാൻസിനെ നരകം കാണിച്ചവനാണ് അവൻ, കാലമാടൻ. കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ 19 പോയിന്റ് രണ്ടാമത്തെ ബോളിൽ എറിഞ്ഞു കഴിഞ്ഞ് 11 റണ്ണൗട്ട് ആയ സമയത്താണ് എന്റെ ശ്വാസം ഒന്ന് നേരെ വീണത്. ഉള്ള കാര്യം പറയാലോ, ടെൻഷൻ അടിച്ച് മരിച്ചടേ. ഒന്നാമത്തെ കാര്യം, ഫസ്റ്റ് ബാറ്റിങ്ങിൽ സഞ്ജു ബാറ്റിങ്ങിൽ നിൽക്കുമ്പോഴേ ടെൻഷനാ. അത് കഴിഞ്ഞ് ഇമാതിരി ഒരു ചേസ്. 499 റണ്ണാണ് രണ്ട് ടീമും കൂടെ. ഒരു റണ്ണും കൊടുത്തായിരുന്നു 500 റണ്ണ് തയ്ക്കായിരുന്നു അടിച്ചു കൂട്ടിയത്. വാങ്കടയിൽ നിന്ന് കളി കാണാൻ വന്നവർക്ക് മഴയായിരുന്നു. 6 മഴ, 34 6ഉം 39 4ഉം. 19 എണ്ണം ഇന്ത്യയുടെ വകയും 15 എണ്ണം ഇംഗ്ലണ്ടിന്റെ വകയും. എന്തോ എന്ന് കണ്ടത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇമാതിരി ഒരു സെമി ഫൈനൽ, ഇന്നത്തെ സെമി ഫൈനലും ഇതുപോലത്തെ അടിയായിരുന്നു. പക്ഷെ ഇത്ര ത്രില്ലിംഗ് ഉണ്ടായിരുന്നില്ല. വൺ മാൻ ഷോ ആയിരുന്നു ഫിന്നലിന്റെ. പക്ഷെ ഇന്നത്തെ സെമി ഫൈനൽ ലിറ്ററലി ടെൻഷൻ അടിച്ച് ചത്ത്. ആൻഡ് മൈ മാൻ സഞ്ജു സാംസൺ അഗൈൻ ദ നോക്കൌട്ട് പ്രഷർ ഗെയിംസിലെ നമ്മുടെയൊക്കെ രക്ഷകൻ സഞ്ജു സാംസൺ ആണ് ഇന്ന് മാൻ ഓഫ് ദി മാച്ച്. പക്ഷെ ഫോർ മീ ഇന്നത്തെ മാൻ ഓഫ് ദി മാച്ച് ബുംറയാണ് ഗൈസ്. സീരിയസ്ലി ഇന്നത്തെ മാൻ ഓഫ് ദി മാച്ച് ബുംറയാണ്. ഇന്നത്തെ മാൻ ഓഫ് ദി മാച്ച് ആ ഒരു മെഡല് സഞ്ജു മേടിച്ചതിന് ശേഷം സഞ്ജുവും പറഞ്ഞത്, ഞാൻ ഇത് ബുംറയ്ക്ക് നൽകുകയാണ്. സത്യത്തിൽ ബുംറയെ പോലെ ഒരു ബോളർ ഇല്ലെങ്കിൽ നമുക്ക് ഈ കളി ജയിക്കാൻ പറ്റത്തില്ല. കറക്റ്റ് ആണ്. ഇന്ത്യ ഇംഗ്ലണ്ട് മാച്ച് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരേ ഒരു ഡിഫറൻസ് മാത്രമേ ഈ രണ്ട് ടീമിലും തമ്മിലുള്ളൂ. ബുംറ എന്ന് പറയുന്ന ഒരു എക്സ് ഫാക്ടർ. ഈ 499 റണ്ണ് സ്കോർ ചെയ്ത മാച്ചിൽ വെറും 33 റണ്ണ്, അതും 8.2 എക്കണോമിയിൽ എറിഞ്ഞവൻ. ആദ്യത്തെ 2 ഓവർ 20 കൊടുത്തു. അത് കഴിഞ്ഞെറിഞ്ഞ 2 ഓവറും കൂടെ, അത് ബുംറ എറിയാൻ വരുന്നത് 16ാമത്തെ ഓവറും 18ാമത്തെ ഓവറും. റിക്വയർഡ് റൺ റേറ്റ് ഓൾമോസ്റ്റ് 15+ വേണ്ട സമയത്താണ് ലാസ്റ്റ് 2 ഓവറിൽ നിന്ന് 13 റണ്ണ് മാത്രം കൊടുത്തിട്ട് കളി തിരിച്ചു പിടിച്ചു കൊണ്ടുവരുന്നത്. സീരിയസ്ലി ഈ ഒരു വ്യക്തി ഇല്ലെങ്കിൽ ഇന്ന് ഇന്ത്യ ഇല്ല. ഒന്ന് ആലോചിച്ച് നോക്ക്. ബുംറയെ 33 റൺ എടുത്തു. ഒരു 8-10 റണ്ണും കൂടെ അധികം എടുത്തായിരുന്നെങ്കിൽ ഇന്ത്യ തോറ്റേനെ. 7 റണ്ണിനാണ് ഇന്ത്യ ഇത്രയും വലിയ ഹ്യൂജ് സ്കോർ അടിച്ചിട്ടും ഇന്ത്യ ജയിക്കണത്. ഇന്ന് ഇന്ത്യ ജയിക്കാനുള്ള 4 കാരണങ്ങൾ. 1 ബുംറയുടെ ബോളിംഗ്, 2 സഞ്ജു സാംസന്റെ ബാറ്റിംഗ്, 3 ഫീൽഡിങ്. എടുത്തു പറയാതിരിക്കാൻ വയ്യ, ഇന്ന് ഫീൽഡിങ്ങിനകത്ത് ഞാൻ കണ്ടിട്ട് ഒരേ ഒരു എറർ, സൂര്യകുമാറിന്റെ കയ്യിൽ നിന്ന് ഒരു 4 പോയി. അതല്ലാതെ വേറെ എറേഴ്സ് ഇല്ല. പ്രത്യേകിച്ച് അക്സറിന്റെ ഫീൽഡിങ്, എന്റെ മോനെ 2 ക്യാച്ച്, അതും ഒരെണ്ണം ബാക്കിലോട്ട് 24 മീറ്റർ ഓടിയിട്ട് ആ ഫിലിപ്പ് സാൾട്ടിന്റെ ക്യാച്ച്. ഇത്രയും ഒരു പ്രഷർ സിറ്റുവേഷനിൽ അങ്ങനെ ഒരു ക്യാച്ച് എടുക്കാൻ എന്റെ പൊന്നെ സമ്മതിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് മറ്റേ വിൽ ജാക്സനെ പുറത്താക്കിയ ക്യാച്ച്, ദൂബയുടെ പേരിലാണ് ആ ക്യാച്ച് എങ്കിലും അക്സറിന്റെ ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ്, ആ ഓടി വന്ന് ക്യാച്ച്, എന്തുവാണ് എന്നാ ഫീൽഡിങ് അത്. ഇന്നത്തെ ഇന്ത്യയുടെ ഫീൽഡിങ് ടോപ്പ് നോച്ച് ആണ്. ക്യാച്ചസ് വിൻ ദ മാച്ച് എന്ന് പറയുന്ന പോലെ ആണ് ഇന്നത്തെ കളി. ആൻഡ് നെക്സ്റ്റ് ഫാക്ടർ, ഇന്ത്യ ജയിക്കാനുള്ള മെയിൻ റീസൺ ബ്രൂക്ക്. 15 റണ്ണുള്ള സമയത്ത് സഞ്ജു സാംസന്റെ ക്യാച്ച് കളഞ്ഞു. ഓരോ അടി, സഞ്ജുവിന്റെ ഓരോ സിക്സർ അടിച്ചു കഴിയുമ്പോഴത്തേക്ക് ക്യാമറാമാൻ ബ്രൂക്കിന്റെ മുഖം, ബ്രൂക്ക് നണ്ട് ഇഞ്ചി അടിച്ചവരെ ബബിൾക്കൊക്കെ വലിച്ചു പിടിച്ച് ഇങ്ങനെയൊക്കെ വിടുന്നു. പണ്ടായം ഓരോ സിക്സ് അടിക്കുമ്പോഴും ക്യാമറാമാൻ ബ്രൂക്ക് എവിടെ ഉണ്ടോ, ബ്രൂക്കിന്റെ എക്സ്പ്രഷൻ കാണുമായിരുന്നു. 15 റണ്ണിന് ക്യാച്ച് കളഞ്ഞ് അവൻ 89 റൺ അടിച്ചു. സോ ഈ 4 ഫാക്ടേഴ്സ് ആണ് ഇന്ന് ഇന്ത്യ ജയിക്കാനുള്ള റീസൺ. ഹെവി മാച്ച് എന്ന് പറഞ്ഞാൽ ഹെവി മാച്ച്. മാർച്ച് 8 ന്യൂസിലാൻഡുമായിട്ട് ഫൈനൽ കളിയാണ്. ആദ്യമായിട്ടാണ് ഒരു ഡിഫെൻഡിങ് ചാമ്പ്യൻ ഫൈനലിൽ പോകുന്നത്. ഒരു T20 വേൾഡ് കപ്പിലെ ഹയസ്റ്റ് T20 അഗ്രഗേറ്റീവ് സ്കോർ ആണ് ഈ 499 എന്ന് പറയുന്നത്. ഓവറോൾ എടുത്ത് നോക്കണമെങ്കിൽ സെക്കൻഡ് ഹയസ്റ്റ് ആണ്. ഫസ്റ്റ് ഹയസ്റ്റ് 523. കുറെ കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ മാച്ചിനെ പറ്റി സംസാരിക്കാനുണ്ട്. ഇന്നത്തെ പ്ലാനിങ്, അത് ബാറ്റിങ്ങിനകത്താണെങ്കിലും ബോളിങ്ങിനകത്താണെങ്കിലും പെർഫെക്റ്റ് ആയിട്ട് സൂര്യകുമാർ ആൻഡ് ഗംഭീർ സമ്മതിച്ചു കൊടുക്കണം ആ ഒരു കാര്യത്തിൽ. ഇന്ത്യയുടെ ബാറ്റിങ്ങിലോട്ട് വരുവാണെങ്കിൽ ടോസ് കിട്ടുന്നത് ഇംഗ്ലണ്ടിനാണ്. ഇംഗ്ലണ്ട് ഒരു ഫീൽഡിംഗ് തിരഞ്ഞെടുക്കുകയാണ്. വാങ്കടയാണ് കളി, അടിച്ച് തൂക്കാൻ പറ്റും. ടോസിന്റെ സമയത്ത് സൂര്യകുമാർ പറഞ്ഞു, ഞങ്ങൾക്ക് ടോസ് കിട്ടിയാൽ ഞങ്ങൾ ബാറ്റിംഗ് തിരഞ്ഞെടുത്തതിന് എന്നുള്ള രീതിയിലാണ് സൂര്യകുമാറും പറഞ്ഞത്. മേ ബി ഒരു സൈക്കോളജിക്കൽ മൂവ് എന്നുള്ള രീതിയിൽ പുള്ളി പറഞ്ഞതും ആവാം. ആൻഡ് സഞ്ജു ഓപ്പൺ ചെയ്യാൻ വേണ്ടി വരുന്നു. സഞ്ജുവിന്റെ റാങ്ക് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കളിക്ക് തൊട്ട് മുമ്പ് 60-62 എന്തോ ആയിരുന്നു. ലാസ്റ്റ് കളിയിലെ 97 റൺസ് കാരണം സഞ്ജുവിന്റെ ബാറ്റിംഗ് റാങ്ക് ഇപ്പോൾ നിലവിൽ 40 ആണ്. ഇന്നത്തെ 89 റണ്ണ് കൂടെ ആകുമ്പോഴത്തേക്ക് വീണ്ടും ടാപ്പോട്ട്
ഇറങ്ങും ഗൈസ്. ഒരു 20 സ്ഥാനം കൂടെ താപ്പോട്ട് ഇറങ്ങിയിട്ട് മിക്കവാറും ഒരു 20-22 ആവാനുള്ള സാധ്യതയുണ്ട്. സഞ്ജു ആണ് ബാറ്റിംഗ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പൊ സ്ക്രീനിനകത്ത് ആർച്ചർ വേഴ്സസ് സഞ്ജു ഹെഡ് ടു ഹെഡ് കാണിക്കുന്നു. 5 മാച്ച് 3 തവണ സഞ്ജുവിനെ ഡിസ്മിസ് ചെയ്തിട്ടുണ്ട്. സഞ്ജു ആർച്ചറിനെതിരെ 8 സഞ്ജുവിന്റെ ആവറേജ്. അത് കണ്ടപ്പോ എന്റെ മൈൻഡ് ഒന്ന് വാളി. ആദ്യത്തെ ബോൾ ഡിഫെൻഡ് ചെയ്ത്, രണ്ടാമത്തെ ബോൾ ഔട്ട് സ്വിംഗ്, പിന്നെയും ചങ്കടിപ്പ്. അത് കഴിഞ്ഞ 2 ബോൾ ഒരു 6 വരെ 4 അങ്ങോട്ട് തൂക്കിയപ്പോഴത്തേക്ക് ചെറുക്കൻ ട്രാക്കിലാണെന്ന് മനസ്സിലായി. സമാധാനം. അത് കഴിഞ്ഞാണ് നമ്മുടെ ബ്രൂക്കിന്റെ ക്യാച്ച് ഡ്രോപ്പ്. അതൊരു വലിയൊരു മൊമെന്റ് ആയിരുന്നു കേട്ടോ, ബ്രൂക്കിന്റെ ക്യാച്ച് ഡ്രോപ്പ്. പിന്നീട് ഒരവസരം നമ്മുടെ കൊടുത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആർച്ചറിനെ തൂക്കി ആദ്യത്തെ 2 ഓവറിൽ തന്നെ 5 ബൗണ്ടറി, 2 6 3 4 പിറകിയിട്ട് അടിച്ചു കളഞ്ഞു. പിന്നെ ഇതിന്റെ ഇടയിൽ കൂടെ പോയ വേറൊരു മനുഷ്യനുണ്ട്, അവനെ പറ്റി 2 വാക്ക് പറയണം. അഭിഷേക് ശർമ്മ. എന്തോ ഈ ചെറുക്കിന് പറ്റിയെന്ന് മനസ്സിലാവുന്നില്ല. എടാ സഞ്ജു ഇപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ ബാറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഞ്ജുവിന്റെ വീക്ക്നെസ് വ്യക്തമായി മനസ്സിലായി. അത് മൈൻഡ് വെച്ചുകൊണ്ടാണ് സഞ്ജു 2 കളി ലാസ്റ്റ് 2 കളികളും കളിച്ചിട്ടുള്ളത്. അത് വ്യക്തമായിട്ട് ഞാൻ കുറച്ച് പറഞ്ഞുതരാം. അഭിഷേകിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിഷേക് എത്ര തവണ ഈ സെയിം ഷോട്ട് കളിച്ച് ഈ ടൂർണമെന്റിൽ തന്നെ ഔട്ടായി. ഇത് 3ാമത്തെ തവണയും കണ്ടാണ് ഈ സെയിം ഷോട്ട് കളിച്ചിട്ട് ഔട്ട് ആവുന്നത്. ഓഫ് സ്പിന്നേഴ്സിന് എത്രാമത്തെ തവണയാണ് ഈ ടൂർണമെന്റിൽ തന്നെ വിക്കറ്റ് കൊടുക്കുന്നത്. ഇവന്റെ വീക്ക്നെസ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾ മനസ്സിലായി. പ്ലാൻ മാറ്റി കളിക്കണം. കൃത്യമായിട്ട് ഇവൻ വരും സമയത്ത് അവര് ഫീൽഡ് പ്ലേസ് അടിച്ച് അവന്റെ അണ്ണാക്കിലോട്ട് കൊടുക്കും. ഇവൻ എന്തുവാ കളിക്കുന്നേ? അഭിഷേക് ഔട്ട് ഓഫ് ഫോം ആണ്, കൺഫേം ആണ്. അടുത്ത കളിയിൽ ഇവനെ മാറ്റി റിങ്കുവിനെ വല്ലോ ഇറക്കണം. ഓപ്പണിങ് സഞ്ജുവോ അല്ലെങ്കിൽ ഇഷാനോ വല്ലോ ഇറക്കണം. കാര്യം ഫൈനലാണ്, റിസ്ക് എടുക്കാൻ പറ്റത്തില്ല. പിന്നെ മാറ്റേണ്ട വേറൊരു കുഞ്ഞുങ്ങളുണ്ട്, വരുൺ ചക്രവർത്തി. അതിനെപ്പറ്റി ഞാൻ പറയാം. ഇനി ബാക്ക് ടു സഞ്ജുവിന്റെ ബാറ്റിംഗ് വിവരിക്കാതെ എനിക്ക് പോകാൻ പറ്റത്തില്ല. അവന്മാരുടെ സാം കറൻ, ഇവൻ സ്ലോ ബോളിന്റെ ആള്. ഇവൻ എറിയാൻ വന്ന ഫസ്റ്റ് ഓവറിൽ സഞ്ജുവിനെതിരെ ഒരു സ്ലോ ബോൾ, ആദ്യത്തെ ബോൾ സ്ലോ. സഞ്ജു വെയിറ്റ് ചെയ്ത് ആ സ്ലോ ബോൾ ഇങ്ങനെ വീശി അങ്ങോട്ട് വന്നിട്ടൊന്ന് വെയിറ്റ് ചെയ്ത് എന്നിട്ട് തൂക്കിയെടുത്ത് ഫീൽഡറിന്റെ മേളിൽ കൂടെ അപ്പുറത്ത് 4 കളഞ്ഞു. അവന്റെ സ്ലോ ബോൾ ഒന്നും ഏറ്റില്ല, സാം കറന്റെ സ്ലോ ബോൾ ഒന്നും ഏറ്റില്ല. ആ രീതിയിലുള്ള ബാറ്റിംഗ്. പിന്നെ സഞ്ജുവിനെ പറ്റി പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ കളി പറഞ്ഞ ആ ഒരു കാര്യം എനിക്ക് ഈ കളിയിലും പറയാനുണ്ട്. ഫസ്റ്റ് റണ്ണ് ഫാസ്റ്റ് ആയിട്ട് ഓടുന്നില്ല. ബെറ്റേന്ന് പറഞ്ഞാൽ 10-15 ഓവർ കഴിഞ്ഞിട്ടാണെന്നെങ്കിലും പറയും. ഇത് തുടക്കത്തിൽ തന്നെ ഫസ്റ്റ് റണ്ണ് ഫാസ്റ്റ് ആയിട്ട് ഓടുന്നില്ല. റൺ ഔട്ട് ആവാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. 7ാമത്തെ ഓവറിൽ ഡോസൺ ബോൾ ചെയ്ത സമയത്ത് ഇഷാൻ കിഷൻ ഒരു 2 അടിക്കുകയാണ്. ഫസ്റ്റ് റണ്ണ് വളരെ സ്ലോ ആയിട്ട് ഓടിയിട്ട് സെക്കൻഡ് റണ്ണ് ചത്ത് കിടന്ന് ഓടേണ്ടി വരുന്നു. ഫസ്റ്റ് റണ്ണ് കുറച്ചും കൂടെ സ്പീഡായിട്ട് ഓടിക്കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് സെക്കൻഡ് റണ്ണ് ഓടിയെടുക്കാൻ പറ്റും. അതൊരു ഭയങ്കര പോരായ്മയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ആദിൽ ബോൾ ചെയ്യുന്ന സമയത്ത് ആദിൽ ഓൺ ദ വിക്കറ്റ് അല്ലെങ്കിൽ ഓൺ ദ സ്റ്റംപ് എറിയുന്ന സമയത്ത് പ്രോപ്പർ ആയിട്ട്, അത് അവന്റെ വീക്ക് പോയിന്റ് ആണ്. അവിടെ വലിയ ഷോട്ടിന് കളിച്ചു കഴിഞ്ഞാൽ ഔട്ട് ആവും സഞ്ജുവിന് മനസ്സിലായി. ആ വീക്ക് പോയിന്റ് മനസ്സിലാക്കി ഒന്നെങ്കിൽ ഡിഫെൻഡ് ചെയ്യുക അല്ലെങ്കിൽ സിംഗിൾ എടുത്ത് റൊട്ടേറ്റ് ചെയ്യുക, സ്ട്രൈക്ക് മാറ്റുക. ഇതാണ് കളിച്ചത്. അല്ലാത്ത ബോളെല്ലാം അറ്റാക്ക് ചെയ്ത് കളിക്കുക. ആദിലിനെ ഒരു ഫസ്റ്റ് ബോൾ ഒരു 4 അടിച്ച്, അതും ഓഫിലോട്ട് ഒരു യോർക്കർ വിട്ട സമയത്ത് മാത്രം ഒരു 4 അടിച്ച്. ബാക്കി എല്ലാ ബോളും ആദിലിനെ സഞ്ജു ഡിഫെൻഡ് ചെയ്തത് അല്ലെങ്കിൽ സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് ഓപ്പോസിറ്റ് ഇരിക്കുന്നവർക്ക് അടിക്കാൻ വേണ്ടി കൊടുത്തത്. അത് കറക്റ്റ് കളിയാണ്. മണ്ടത്തരം കളിക്കില്ലേ? അഭിഷേക് ചെയ്യുന്ന മണ്ടത്തരം അതാണ്. അവൻ അടിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവന്റെ വീക്ക്നെസ് മനസ്സിലാക്കി ഒരു ബോർഡർ വരുമ്പോഴത്തേക്ക് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് റൈറ്റ് ഹാൻഡ് ബാറ്റ്സ്മാന് കൊടുക്കുക, അവൻ അടിച്ചോളും. ഇന്ന് ഇന്ത്യക്കാർ ചെയ്ത ഏറ്റവും വലിയ കാര്യം അതാണ്. ത്രൂ ഔട്ട് ദ ബാറ്റിംഗ് ലൈനിൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് കോമ്പിനേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളതാണ്. തുടക്കം തൊട്ട് ഒടുക്കം വരെ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തു. അതാണ് ഇന്ത്യക്കാർ ഫസ്റ്റ് ഇന്നിംഗ്സ് കാണിച്ച ഏറ്റവും കിടിലൊരു പ്ലാൻ. ഇന്നും സഞ്ജുവിനെ ഷോട്ട് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. മിഡ് വിക്കറ്റിലോ സ്ക്വയർ ലെഗിലോ ഒരു ബോൾ പോലും അടിച്ചു പൊക്കി കളഞ്ഞിട്ടില്ല. സഞ്ജുവും ഇഷാനും കൂടെ വളരെ കിഡിലമായിട്ടാണ് ഇന്ന് ബാറ്റ് ചെയ്തത്. ആ ഒരു പാർട്ണർഷിപ്പ് എനിക്ക് 90 റൺ എന്തോ പാർട്ണർഷിപ്പ് ഇട്ടു. 39 റൺസ് 18 ബോളിൽ നിന്ന് ഇഷാനും അടിച്ചു. അത് കഴിഞ്ഞ് ഇഷാൻ ഔട്ടായ സമയത്ത് ഞാൻ പ്രതീക്ഷിക്കുന്നത് സൂര്യകുമാർ ആരെങ്കിലും വരുമെന്നാണ്. വളരെ സർപ്രൈസിംഗ് ആയിട്ട് ദൂബെ ഇറക്കി വിട്ടു. അതിന്റെ 2 റീസൺസ്: ഒന്ന്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് കോമ്പിനേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. 3, അവന്മാർ ആദിലിനെ കൊണ്ടുവന്ന സമയത്ത് സഞ്ജുവിനെ ഡിഫെൻഡ് ചെയ്ത് വരുന്നു. സഞ്ജു അവിടെ സിംഗിൾ ഇടുന്നു. ദൂബെ സൂപ്പർ ആയിട്ട് സ്പിന്നേഴ്സിനെ കളിക്കുന്ന ഒരു വ്യക്തിയാണ്. പവർ പ്ലേ കഴിഞ്ഞ് ആദിൽ എറിയാൻ വന്ന ആദ്യത്തെ 2 ഓവറിൽ നിന്ന് 13 റൺ മാത്രമാണ് ഇന്ത്യ എടുത്തത്. ഒരു വിക്കറ്റ് വിട്ടു ഇഷാന്റെ. അത് കഴിഞ്ഞാണ് ദൂബെ വരുന്നത്. ദൂബെ വന്ന് നെക്സ്റ്റ് ഓവർ 12ാമത്തെ ഓവറിൽ ആദിൽ എറിയാൻ വന്നു. 2 6 തൂക്കി 15 റൺ അടിച്ച ആ ഒരു ഓവറിൽ. അത് പറഞ്ഞ വെൽ പ്ലാൻഡ് ആയിട്ട് ദൂബെ ഇറക്കി വിട്ടു. അതൊരു കിടില മൂവ് ആയിരുന്നു ഇന്ത്യയുടെ ഭാഗത്തുനിന്നുള്ളത്. സഞ്ജു പ്രോപ്പർ ആയിട്ട് ദൂബയ്ക്ക് സ്ട്രൈക്ക് കൊടുത്തു. ആദിൽ വരുന്ന സമയത്ത് റൊട്ടേറ്റ് ചെയ്ത് സ്ട്രൈക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. ദൂബെ ആദിലിനെ നല്ല രീതിയിൽ കളിക്കുകയും ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് 13ാമത്തെ ഓവർ വന്നപ്പോഴത്തേക്ക് ആർച്ചർ വരുന്നു. ദൂബെ കളിക്കാൻ പറ്റത്തില്ല. സഞ്ജു സ്ട്രൈക്ക് കൊടുത്തു. സഞ്ജു പൊട്ടിച്ച് ആർച്ചറിനെ. അതാ പറഞ്ഞ കളിക്കാൻ പറ്റുന്ന ബോളർ വരുവാണെങ്കിൽ സ്വന്തം വീക്ക്നെസ് മനസ്സിലാക്കിയിട്ട് ഓപ്പോസിറ്റ് ഇരിക്കുന്നവന് അവൻ കളിക്കുമെങ്കിൽ അവന് സ്ട്രൈക്ക് കൊടുക്കുക. സഞ്ജുവിന് കൊടുത്തു. സഞ്ജു 2 6 അടിച്ചു. ആ ഒരു ഓവറിൽ 15, ആ ഒരു ഓവറിലും 15. അത് പറഞ്ഞ കിടിലമായിട്ട് തന്റെ സ്വന്തം എനിക്കിത് വീക്ക്നെസ് ആണ്, ഇല്ല ഈഗോ അടിച്ചിട്ട് അല്ല ഇവനെ അടിക്കണം എന്നും പറഞ്ഞിട്ട് അടിച്ചിട്ടില്ല ഇന്ന്. ദൂബെ ആണെങ്കിലും സഞ്ജു ആണെങ്കിലും എല്ലാവരും ആ ഒരു രീതിയിലാണ് കളിച്ചത്. ഈ ലവം ഒഴിച്ച് മാത്രം ആരാ? അഭിഷേക് ഒഴിച്ച്. അവൻ ആര് വന്നാലും എനിക്ക് അടിക്കണം ഇല്ല ചക്കക്കൂട്ടം കാണുന്ന പിള്ളേരുടെ കൂട്ടം അങ്ങ് അടിച്ച് തോലിച്ചാലേ അവന് നടക്കത്തോളം എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ആൻഡ് സഞ്ജു 42 ബോളെ 89 റൺ എടുത്ത് ഔട്ട് ആവുകയാണ്. 8 4 7 6 സൂപ്പർ ആയിട്ട് സെഞ്ചുറി അടിക്കാവുന്ന കളി. പക്ഷെ അവിടെ സെഞ്ചുറി അടിക്കാൻ
നോക്കിയിട്ടില്ല. സെൽഫ്ലെസ് ആയിട്ടുള്ള കളി സെഞ്ചുറി സുഖമായിട്ട് അടിക്കായിരുന്നു. വിൽ ജാക്സന്റെ വൈഡ് പോയ ബാൾ പോയി ഞോണ്ടിയിട്ട് അടിച്ച് കളഞ്ഞു. പക്ഷെ ആ ബോളൊക്കെ സൂപ്പറായിട്ട് കളിക്കുന്നവനാണ്. ആ വൈഡ് പോയ ബാൾ അങ്ങനെ എത്തിക്കിടന്ന് അടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. വാട്ട് എവർ, സെഞ്ചുറി അടിക്കാവുന്ന കളി പോയി, നോ ഇഷ്യൂസ്. സഞ്ജു ഔട്ടാന് ശേഷം വരുന്നത് സൂര്യകുമാറാണ്. സൂര്യകുമാറിന് വാങ്കടയിൽ നല്ല റെക്കോർഡ് ഉള്ളതാണ്. ലാസ്റ്റ് ഫൈവ് ഇന്നിംഗ്സ് 300+ സ്കോർ ചെയ്തല്ലോ, 150+ ആവറേജ് ലാസ്റ്റ് 5 ഇന്നിംഗ്സ് സൂര്യകുമാറിന് വാങ്കടയിലുണ്ട്. ഞാൻ സൂര്യകുമാർ നല്ല രീതിയിൽ കളിക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി 5 ബോളിൽ 11 റൺ മാത്രം എടുത്തു. ആദ്യത്തെ ഒരു സ്വീപ്പ് ഷോട്ട് കളിച്ച സമയത്ത് ആദിൽ 6 പോയി. രണ്ടാമത് ആദിൽ പൊട്ടനാണോ സ്വീപ്പ് ഷോട്ട് കളിക്കുമ്പോൾ പിന്നെ അതുപോലെ ഇട്ട് തരാൻ നൈസായിട്ട് ഇട്ട് കൊടുത്തു. ബട്ട്ലർ പിടിച്ച് സ്റ്റംപ് ചെയ്ത് മാറ്റി. സൂര്യകുമാർ ഔട്ടായ സമയത്ത് പിന്നെ ആ ഹാർദിക്കിനെ കൊണ്ടുവന്നു. കാര്യം എന്താണ്, തിലകിനെ ഇറക്കിയിട്ടില്ല, ഹാർദിക്കിനാണ് കൊണ്ടുവന്നത്. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് കോമ്പിനേഷൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ദൂബയും ഹാർദിക്കും കൂടെ. ദൂബ നല്ല രീതിയിൽ കളിച്ചു, 10-40 റൺ 25 ബോളെ അടിച്ചു. പക്ഷെ എന്റെ പൊന്നെ, ഈ റൺ ഔട്ട് ആവാൻ വേണ്ടിയിട്ട് വിധിച്ചവൻ ഈ ഹാർദിക് ഊഞ്ഞാലാടിയ പരിപാടി കാണിച്ചു. സീരിയസ്ലി ആ ദൂബയുടെ റൺ ഔട്ട് ഒരു അൺനെസസറി കോളായിരുന്നു. ഈ വൃത്തിയായിട്ട പരിപാടിയാണ് ഹാർദിക് കാണിച്ചത്. ഈ ടൂർണമെന്റിൽ ദൂബെ 3ാമത്തെ തവണയാണ് റൺ ഔട്ട് ആവുന്നത്. അതാ റൺ ഔട്ട് ആവാൻ വേണ്ടി വിധിച്ചവൻ. ഇത്രയും ഒരു ഗതികെട്ട ഒരു തന്നെ വേറെ കണ്ടിട്ടില്ല. നല്ല രീതിയിൽ കളിച്ചു വരും, അവന്റെ അല്ലാത്ത കാരണത്താൽ അവൻ റൺ ഔട്ട് ആവും. ദൂബെ ഔട്ടായി കഴിഞ്ഞാണ് തിലക് ഇറങ്ങുന്നത്. തിലക് ഇന്ന് ഇറങ്ങിയത് 7ാമത്. ഒന്ന് ആലോചിച്ചൊക്കെ, 7ാമതാണ് തിലക് ഇറങ്ങിയത്. ലാസ്റ്റ് 3 കളികളിൽ തിലക് ഇറങ്ങിയ പൊസിഷൻസ് ആണെന്ന് വായിക്കാം. സിംബാബ്വേയായിട്ട് 6ാമത്, വെസ്റ്റ് ഇൻഡീസുമായിട്ട് 5ാമത്, ഇന്ന് ഇംഗ്ലണ്ടുമായിട്ട് 7ാമത്. പക്ഷെ പുള്ളി ആ ഒരു പൊസിഷൻ 5, 6, 7 ഫ്ലെക്സിബിൾ ആണ്. അടിക്കും, അടി എന്ന് പറഞ്ഞാൽ അടി. ചെറുക്കൻ കിടിലം ഫിനിഷർ റോളിൽ ചെറുക്കൻ പൊളി. 7 വാള 21 അവനെ കൊണ്ട് അടിക്കുന്ന പറ്റുന്ന അടിച്ച്. ആർത്തറിന് 3 6, അത് 148 വന്ന സാധനമൊക്കെയാണ് തൂക്കിയെടുത്ത് കളഞ്ഞത്. കട്ട് ചെയ്ത് കളഞ്ഞു 6-ൽ. ആ ചെറിയ ഗ്രൗണ്ട് ആയിട്ട് തൊട്ട് കഴിഞ്ഞ 6ആ. ഫിനിഷർ റോളിൽ തിലക് പൊളി. 3ാമത് ഇറങ്ങിയിട്ട് ഞൊട്ടുന്നതിനേക്കാളും കിടിലമാണ്. ചെറിയ ഇന്നിങ്സ് ആണെങ്കിലും അത് ഇമ്പാക്ട്ഫുൾ ആണ്. അത് അങ്ങനെ തന്നെ കളിക്കേണ്ടതാണ്. സിംബാബ്വേയായിട്ട് എനിക്ക് തോന്നുന്നു 14 ബോളിൽ നിന്ന് 44, ലാസ്റ്റ് കളിയിൽ 15 ബോളിൽ നിന്ന് 27, ഈ കളിയിൽ നിന്ന് 7 ബോളിൽ നിന്ന് 21. ലാസ്റ്റ് 3 ഇന്നിംഗ്സിൽ സ്ട്രൈക്ക് റേറ്റ് എടുത്ത് നോക്കണം, 225+ ആണ്. അതിന് മുമ്പുള്ള 3-4 കളിയിൽ സ്ട്രൈക്ക് റേറ്റ് എടുത്ത് പോയി കഴിഞ്ഞാൽ 100, 105 എന്തോ ആണ്. 25, 24 25, 29 ബോളിൽ 30. ഈ രീതിയിലായിരുന്നു വൺ ഡൗൺ ഇറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ അവന്റെ സ്ട്രൈക്ക് റേറ്റ്. ഫിനിഷർ റോളിലോട്ട് കൊടുത്ത സമയത്ത് ചെറുക്കനെടുത്ത് തൂക്കിയിട്ടടിക്കുന്നത്. എത്ര 6 ആണ് അടിച്ചത്? ലാസ്റ്റ് 3 കളിയിൽ നിന്ന് കണ്ട് 7-8 6 എന്തോ അടിച്ചിട്ടുണ്ട് തിലക് ഔട്ടായ സമയത്ത്. പിന്നീട് കൊണ്ടുവന്ന കാര്യം അക്സറിനെ, വേറെ ഓപ്ഷൻസ് ഇല്ല. എന്നാലും ഓട്ടോമാറ്റിക്കലി പിന്നെയും ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് കോമ്പിനേഷൻ. 20ാമത്തെ ഓവർ എറിയാൻ വന്നത് വിൽ ജാക്സ്. അത് അക്സർ സ്ട്രൈക്ക് ചെയ്യുന്നതുകൊണ്ടാണ് വിൽ ജാക്സിനെ കൊണ്ട് എറിയാൻ വന്നത്. അക്സർ നൈസായിട്ട് സിംഗിൾ ഇട്ടം കൊടുത്ത്. ഹാർദിക്കിന് ഇങ്ങനെയുള്ളവന്മാരെ ഭയങ്കര ഇഷ്ടമായി, സ്പിന്നേഴ്സിനെ. 2 6 സിംഗിൾ പോലും ഓടിയില്ല. പിന്നെ അവന്റെ മണ്ടത്തരം കാരണമാണ് അവൻ റൺഔട്ട് ആക്കിയത്. ഹാർദിക് ഇന്ന് മൊത്തം 3 പേരെ റൺഔട്ട് ആക്കിയിട്ടുണ്ട്. ഒന്ന് ദൂബെ ഹാർദിക് റൺഔട്ട് ആക്കി, പിന്നെ സ്വയം അവൻ റൺഔട്ട് ആക്കി, പിന്നെ ബഥലിനെ റൺഔട്ട് ആക്കി. ഇന്ന് മൊത്തത്തിൽ ഏറ്റവും കൂടുതൽ റൺഔട്ട് കിട്ടിയ പ്ലെയർ ഹാർദിക് ആണ്. 3 റൺഔട്ടാണ് ഹാർദിക്കിന് കിട്ടിയത്. അങ്ങനെ ഫസ്റ്റ് ഇന്നിംഗ്സ് കഴിഞ്ഞ സമയത്ത് ഇന്ത്യ ഒരു പടുകൂറ്റൻ സ്കോർ 253 എന്ന് പറയുന്ന ഒരു സ്കോർ ഒരുവിധപ്പെട്ട എല്ലാവരും, അഭിഷേക് ഒഴിച്ച് ഒരുവിധപ്പെട്ട എല്ലാവരും ഇന്ത്യൻ ടീമിൽ ബാറ്റ് ചെയ്തു. സൂര്യകുമാർ ആണെങ്കിലും 11 റൺ എടുത്തുള്ളതെങ്കിലും ബോൾ കളഞ്ഞിട്ടില്ല. 6 ബോളിൽ നിന്ന് 11 റൺ എടുത്തിട്ടുണ്ട്. സ്ട്രൈക്ക് റേറ്റ് 183. അഭിഷേകിന്റെ മാത്രമാണ് 128 സംതിങ് എന്ന് സ്ട്രൈക്ക് റേറ്റ് വന്നിട്ടുള്ളത്. ബാക്കി എല്ലാവരുടെയും സ്ട്രൈക്ക് റേറ്റ് ഹൈ ആണ്. ഒരു നോക്കൌട്ട് മാച്ചിൽ 253 എന്ന് പറയുന്നത് ഒരു വലിയ സ്കോർ തന്നെയാണ്. ഒരു നോക്കൌട്ട് മാച്ചിൽ ഒരു ഇന്ത്യന്റെ ഹൈയസ്റ്റ് സ്കോർ ആണ് സഞ്ജു സ്കോർ ചെയ്തേക്കുന്നത് 89. അതുപോലെ തന്നെ ഹൈയസ്റ്റ് സെക്കൻഡ് വിക്കറ്റ് പാർട്ണർഷിപ്പ് ആണ് സഞ്ജുവും ഇഷാൻ കിഷനോട് എടുത്തിട്ടേക്ക് 97 റൺസ്. നോക്കൌട്ട് ഗെയിമിലെ ഹൈയസ്റ്റ് ടോട്ടലാണ് 253. ഇത് ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇംഗ്ലണ്ട് വരുന്നത്. ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ചരിത്രമാണ്. ഇംഗ്ലണ്ട് ഇന്നിംഗ്സ് പറയുന്നതിന് മുമ്പ് 2 കാര്യങ്ങളോട് പറയാനുണ്ട്. ഇന്ത്യക്ക് വേണ്ടി ഒരു വേൾഡ് എഡിഷനിൽ ഏറ്റവും കൂടുതൽ 6 അടിച്ച വ്യക്തി 4 കളി കളിച്ചിട്ടുള്ളൂ സഞ്ജു സാംസൺ, 16 6. അത് ഈ കൊല്ലം. അതിന് തൊട്ട് താഴെയുള്ളത് രോഹിത് ശർമ്മയാണ്, 15 6 ആയിട്ട് 2024. അത് കഴിഞ്ഞിട്ടുള്ള 15 6 അടിച്ചിട്ടുള്ളത് ദൂബെ. അത് കഴിഞ്ഞിട്ടുള്ള 14 6 അടിച്ചിട്ടുള്ളത് ഇഷാൻ കിഷൻ. ഇവന്മാരെല്ലാം ഈ കൊല്ലമാണ് അടിച്ചത്. ഇഷാൻ കിഷൻ ഈ കൊല്ലം 14 6, ഹാർദിക് 14 6, ദൂബെ 15 6, സഞ്ജു 16 6. എല്ലാവരും ചറപറ ഈ വേൾഡ് കപ്പ് എഡിഷനിൽ 6 അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വേൾഡ് കപ്പ് എഡിഷനിൽ ഏറ്റവും കൂടുതൽ 6 അടിച്ചവരുടെ കൂട്ടത്തിൽ സഞ്ജു 4th പൊസിഷൻ, വെറും 4 കളിയിൽ നിന്ന്. അതുപോലെ തന്നെ സ്ട്രൈക്ക് റേറ്റിന്റെ കാര്യത്തിലും 2nd പൊസിഷൻ ആണ് സഞ്ജു, 200 ആണെന്ന് തോന്നുന്നു. ഫസ്റ്റ് നിൽക്കുന്നത് ഫിന്നലാണ് 204. ഇവൻ ഇന്നത്തെ ആ ഒരു കളി കൊണ്ടാണ് ഇവൻ ഇത്രയും സ്ട്രൈക്ക് റേറ്റ് കയറിയത്. ഇനി ഇംഗ്ലണ്ട് ഇന്നിംഗ്സിലോട്ട് വരാം. ഇന്ത്യക്ക് അഭിഷേക് ഉള്ളതുപോലെയാണ് ഇംഗ്ലണ്ടിന്റെ ബട്ട്ലർ. ഇങ്ങനെ IPL മാത്രമേ കളിക്കത്തുള്ളൂ. എനിക്കറിയാൻ പാടില്ല, IPL മാത്രമേ കളിക്കത്തുള്ളൂ. ഫസ്റ്റ് ബോള് 4 അടിച്ച് തുടങ്ങിയ സമയത്ത് ഞാൻ വിചാരിച്ചു ഈ കളി പുള്ളിക്ക് താളമൊക്കെ കിട്ടിയിട്ടുണ്ട്, ഇന്ത്യക്കാരൊന്ന് പേടിക്കണമെന്ന്. അത് കഴിഞ്ഞിട്ട് അവിടെ കിടന്നില്ല മറ്റേ കാവടി തുള്ളുവാ. 1983 സിനിമയ്ക്കകത്ത് സച്ചിന്റെ കൂട്ടാ കടന്ന് ബാറ്റ് വെച്ച് കറങ്ങുന്നില്ല, ബോളൊന്നും തട്ടുന്നില്ല, ബോളൊന്നും ബാറ്റേ കൊള്ളുന്നില്ല. ഇടയ്ക്കെങ്ങാണ് 1-2 എണ്ണം കൊണ്ടിട്ട് 4 ഒക്കെ പോകുന്നുണ്ട്. അങ്ങനെ ഞെങ്ങി ഒരു 24 റൺ അങ്ങാണ്ട് ബട്ട്ലർ അടിച്ചു കൂട്ടി. ഇങ്ങേർക്ക് എന്തോ പറ്റിയത്?
സീരിയസ്ലി IPL വരുമ്പോൾ നല്ല ഫോമാ, സ്വന്തം ടീമിന് വേണ്ടി വലിയ കളിയൊന്നും കളിക്കുന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് അക്സറിന്റെ ആ ഒരു ക്യാച്ച് വരുന്നത്, ബ്രൂക്കിന്റെ 24 മീറ്റർ ഓടി, അതും ബാക്കിലോട്ട് ഓടിയിട്ട് പോയി എടുക്കുന്ന ക്യാച്ച്. അത് ഈ ഒരു ടൂർണമെന്റിലെ വൺ ഓഫ് ദ ടോപ്പ് ക്യാച്ച് എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് ഇന്ത്യൻ ഇന്നിംഗ്സിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇംഗ്ലണ്ട് ഇന്നിംഗ്സിൽ എടുത്തു പറയേണ്ട ഒരു ആള് വരുൺ ചക്രവർത്തി. സീരിയസ്ലി വരുൺ ചക്രവർത്തിയെ അടുത്ത കളി കളിപ്പിക്കരുത്. T20 ടോപ്പ് ബാറ്റ്സ്മാൻ നമ്പർ 1 അഭിഷേക്, T20 ടോപ്പ് ബൗളർ നമ്പർ 1 വരുൺ ചക്രവർത്തി, ഇവര് രണ്ടുപേരെയും ഈ നമ്പർ 1 പൊസിഷൻ നിൽക്കുന്ന രണ്ടവന്മാരെ അടുത്ത കളി മാറ്റണം, അല്ലെങ്കിൽ പണി വാളും. സീരിയസ്ലി പണി വാളും. വരുൺ ചക്രവർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ പിറക്കിയിട്ടടിക്കുകയാണ്. അവൻ ഗ്രൂപ്പ് ഘട്ടങ്ങളിൽ മറ്റേ കൊച്ചു ടീമായിട്ടൊക്കെ നല്ല രീതിയിൽ എറിഞ്ഞു. പക്ഷെ സൂപ്പർ 8 വന്നപ്പോഴത്തേക്ക് അടിമേടിച്ചു കൂട്ടുകയാണ്. ഈ കളി തുടങ്ങുന്നതിന് മുമ്പ് 40 ആയിരുന്നു ആവറേജ്, എക്കണോമി 10 ആയിരുന്നു. ഈ കളി കഴിഞ്ഞപ്പോഴത്തേക്ക് 4 ഓവറിൽ നിന്ന് 64 റൺ അടിച്ചത്. 4 ഓവർ 64, ആവറേജ് 40 എന്നുള്ളത് പിന്നെയും കൂടിയിട്ടുണ്ടാവും ഈ കളി കഴിഞ്ഞ സമയത്ത്. സൂപ്പർ 8 വന്നപ്പോഴത്തേക്ക് 4 വിക്കറ്റ് മാത്രമാണ് ഈ സെമി ഫൈനലിൽ സൂപ്പർ 8 ചേർത്ത് ഇട്ടേക്കുന്നത്. അതും എക്കണോമി ഹൈ. അടുപ്പിച്ച് 3 6 ആണ് ബത്തൽ ഇവനെ അടിച്ചത്. 10 എടുത്ത് അടിക്കുന്നതിലൂടെയാണ് ബത്തൽ അടിച്ചത്. അടികൊണ്ട് നിൽക്കുന്ന വരുണിന്റെ മുഖം കണ്ടോണ്ടാണെന്ന് തോന്നുന്നു 4ാമത്തെ ഓളം സിംഗിൾ ഇട്ട് കൊടുത്ത്. അപ്പോഴത്തേക്ക് സഞ്ജു വന്നിട്ട് എന്തോ ചെവി പറയടാ, അങ്ങനെ എറിയില്ല ഇങ്ങനെ എറിയില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ബട്ട്ലർ കുറ്റി തെറിച്ചുകൊണ്ട് പോയി. ഇവൻ എറിയുന്ന മൊത്തം സ്റ്റമ്പിന്റെ നേരെയാണ്. അവന്മാര് അടിച്ച് തൂക്കും. വരുണിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അടി മേടിച്ച് കൂട്ടുക, അല്ലെങ്കിൽ കുറ്റി തെറിക്കുക. ഇതാണ് അവന്റെ ബോളിംഗ്. അറ്റാക്കിംഗ് ആണ്. അതുകൊണ്ടാണ് അവന്മാരും തിരിച്ചിട്ട് അറ്റാക്ക് ചെയ്യുന്നത്. ആദ്യത്തെ 2 ഓവർ കഴിഞ്ഞപ്പോൾ തന്നെ വരുൺ 37 റണ്ണ്. എഗെയിൻ 3ാമത്തെ ഓവറും വരുണിന് കൊടുക്കണം, 4ാമത്തെ ഓവറും വരുണിന് കൊടുക്കേണ്ട ഗതികേടാണ് ഇന്ത്യക്ക്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ 6th ബോളിംഗ് ഓപ്ഷൻ ദൂബയുടെ കയ്യിൽ അല്ലാത്ത സമയത്ത് ബോളിംഗ് കൊടുക്കാൻ പേടിയാണ്. 30 റണ്ണ് ലാസ്റ്റ് ഓവറിൽ ഉണ്ടായതിന്റെ പേരിലാണ് ദൂബയ്ക്ക് ബോളിംഗ് കൊടുത്തത്. അപ്പോൾ ഒരു 6th ബോളിംഗ് ഓപ്ഷൻ നമ്മുടെ വീക്കാണ്, ഭയങ്കര വീക്കാണ്. ഒരുത്തനെങ്ങാണം വല്ല കളിയുടെ ഇടയ്ക്ക് കാലങ്ങാണം സ്ലിപ്പായി ഉളുക്കി എങ്ങാണം ചെയ്ത് കഴിഞ്ഞാൽ തീർന്നു, മൂഞ്ചൊന്ന് കൂട്ടിയാൽ മതി. ഇന്ന് അങ്ങനെയാണ് സംഭവിച്ചിരുന്നെങ്കിൽ തേഞ്ഞേനെ, ഉറപ്പായിട്ടും തേഞ്ഞേനെ. ഇപ്പൊ ഈ അടിമേടിച്ച് കൂട്ടുന്ന വരുണിന് പിന്നെയും നമ്മളിങ്ങനെ ഓവർ കൊടുക്കേണ്ട അവസ്ഥ വരികയാണ്. അങ്ങനെ കൊടുത്ത് 4 ഓവറിൽ നിന്ന് 64 റൺ അവനെത്തും. ഇവന്റെ ഓവർ കഴിഞ്ഞപ്പോഴാണ് ഒന്ന് സമാധാനമായത്. ഇന്ത്യ ഏത് രീതിയിൽ കളിച്ചോ ആ രീതിയിൽ അവന്മാർ അടിച്ചടിച്ച് വരികയാണ്. അവന്മാരുടെ വിക്കറ്റ് പോകുന്നുണ്ടെങ്കിലും ആ 10 ഒറ്റ ചെറുക്കാൻ അവിടെ നിന്ന് പിറക്കിയിട്ട് അടിക്കുമായിരുന്നു. സ്പിന്നർമാരെ തെരഞ്ഞു പിടിച്ചടിക്കുമായിരുന്നു. ആദ്യത്തെ 8 ഓവർ കഴിഞ്ഞപ്പോൾ തന്നെ അവന്മാർ 100. ഞാൻ ഇങ്ങനെ ആലോചിച്ചു എന്തുവാടാ മുമ്പിൽ അടിക്കുന്നിരുന്നു. റൺ റേറ്റ് നൈസായിട്ട് ഒരു 12 എബോ മെയിൻറ്റെയിൻ ചെയ്താണ് വരുന്നത്. ഈ ഒരു കളിയുടെ ഒരു 17-18 ഓവർ വരെ ഇന്ത്യക്കാളും മുകളിലായിരുന്നു അവന്മാരുടെ സ്കോറിംഗ് റേറ്റ്. ലാസ്റ്റ് വന്ന സമയത്താണ് അവന്മാർ ബാക്കിലോട്ടൊന്ന് പോയത്. അതുവരെ ഹെഡ് ടു ഹെഡ് എടുത്ത് നോക്കുവാണെങ്കിൽ ഇന്ത്യക്കാളും മുകളിൽ നിൽക്കും അവന്മാരുടെ റൺസ്. അതുകൊണ്ട് സീരിയസ്ലി നെക്സ്റ്റ് കളി ന്യൂസിലൻഡുമായിട്ടാണ്. വരുണിനെ കളിപ്പിച്ചു കഴിഞ്ഞാൽ, വരുണിനെ കളിപ്പിക്കാതിരിക്കുന്നതാണ് വരുണിനും നല്ലത്. ആ ഫിൻ അലന്റെ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിന്റെ കരിയർ പിന്നെ ഇല്ല. അവന്റെ നേരെയൊക്കെ ബോൾ ഇട്ട് കൊടുത്ത് അവൻ കണ്ടം കാണിക്കത്തേ ഉള്ളൂ. അടിച്ച് തൂഫാനാക്കും, ഉറപ്പാണ് വരുണിനെ അടുത്ത കളി കളിപ്പിച്ചു കഴിഞ്ഞാൽ. സോ നെക്സ്റ്റ് മാച്ച് വരുണിനെ മാറ്റി ഉറപ്പായിട്ടും കുൽദീപിനെ കൊണ്ടുവരണം. അത് അനിവാര്യമാണ്. ഫസ്റ്റ് 10 ഓവർ കഴിഞ്ഞപ്പോഴത്തേക്ക് 119 റണ്ണ് അവന്മാർ സ്കോർ ചെയ്തു. അപ്പോഴും എൻ്റെ ഒരു സമാധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് 10 ഓവറിനകത്ത് 3 ഓവർ ബുംറയ്ക്കുണ്ട്. അതാണ് നമ്മുടെ ഒരു സമാധാനം. 13ാമത്തെ ഓവറിന് മുമ്പൊക്കെ ഈ ക്രിക്കറ്റ് ഫാൻസ് അവിടെ കൂടിയിരിക്കുന്ന ആളുകൾ സഞ്ജു ബുംറ ഇങ്ങനെയൊക്കെ വിളിച്ചോണ്ടിരുന്ന ടീംസ് 13ാമത്തെ ഓവറൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഗണപതി ബപ്പ മോറിയ എന്ന് വിളിച്ചു തുടങ്ങി. ആ രീതിയിൽ ഇന്ത്യക്കാരിലോട്ട് പ്രഷർ. കളി കാണാമെന്ന ആളുകൾ ഇങ്ങനെ കഴിഞ്ഞിട്ടിരിക്കുക, മിണ്ടുന്നത് പോലും ഇല്ല. ഇടയ്ക്കിടയ്ക്ക് ഗണപതി ബപ്പ മോറിയ എന്ന് മാത്രം വിളിക്കുന്നു. എന്താണെങ്കിലും ആ വിളി ദൈവം കേട്ടു. ഇവന്മാർ രണ്ടുകൂടെ ഇന്നലെ കളിച്ചോണ്ടിരിക്കുകയാണല്ലോ, വിൽ ജാക്സും ബെത്തലും കൂടെ. ഈ പാർട്ണർഷിപ്പ് ബ്രേക്ക് ചെയ്യണം. ഈ പാർട്ണർഷിപ്പ് ബ്രേക്ക് ചെയ്തില്ല ഒരിക്കലും ഇന്ത്യ ജയിക്കത്തില്ല. അവന്മാർ നിന്ന് അവന്മാർ രണ്ടുപേരോടെ നിന്നായിരുന്നെങ്കിൽ പുട്ട് പോലെ തോറ്റാനെ. അന്നേരമാണ് അർഷദീപ് വരുന്നത്. അർഷദീപ് 3 വൈഡ് എറിഞ്ഞു. ഞാൻ ഒരു ചെറുക്കൻ അവന്റെ കയ്യിൽ നിന്ന് പോയി 3 വൈഡ് അടുപ്പിച്ചോ. ഇവൻ വൈഡ് യോർക്കർ എറിയാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷെ ഒന്നും വൈഡ് യോർക്കറായിട്ട് പോകുന്നില്ല, മൊത്തം വൈഡായിട്ട് പോകുന്നത്. പക്ഷെ അവന്റെ ഒരു മനസാന്നിധ്യം കൈവിടാതെ ആ 3 വൈഡിന് ശേഷവും 4ാമത്തതും അവൻ വൈഡ് യോർക്കർ തന്നെ എറിഞ്ഞു. ആ സമയത്താണ് അക്സറിന്റെ അടുത്ത ഒരു അവിസ്മരണീയമായ ക്യാച്ച് വരുന്നത്. അത് കിടിലൊരു ക്യാച്ച്. ആ കൃത്യസമയത്ത് അവിടെ ദൂബയും പ്രത്യക്ഷപ്പെട്ടു. അതുകൊണ്ട് ആ ഒരു ക്യാച്ച് കംപ്ലീറ്റ് ചെയ്തു. അന്നേരം ചെറിയൊരു സമാധാനം. ആ പാർട്ണർഷിപ്പ് അവിടെ ബ്രേക്ക് ആയല്ലോ. അത് കഴിഞ്ഞിട്ടാണ് മറ്റേ ലവൻ വരുന്നത്, സാം കറൻ. അവനെയും കൂട്ടി പിന്നെയും അടി തുടങ്ങിയില്ല. അവൻ അടിച്ച് വന്നപ്പോഴാണ് ബുംറയ്ക്ക് 2 ഓവർ ബാക്കിയുണ്ട്. അന്നേരം ഞാൻ വിചാരിക്കും ഇനി അടുത്ത ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, ഇനി അടുത്തിന് ആരെ കൊണ്ട് റീപ്പിക്കും. 2 അവന്മാരും ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആണ്, അക്സറിനെ കൊണ്ട് റീപ്പിക്കാൻ പറ്റത്തില്ല. ഇനി ബുംറ ഇനി എപ്പോ ഒന്ന് എറിയും. അന്നേരം നോക്കിയപ്പോൾ 18ാമത്തെ ഓവർ ബുംറയ്ക്ക് കൊടുക്കുന്നത്. ഞാൻ വിചാരിച്ചു ഇത് ഫ്ലോപ്പ് പ്ലാൻ ആണ്. 18ാമത്തെ ഓവർ ബുംറയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിഞ്ഞുള്ള 2 ഓവർ ഹാർദിക്കും അല്ലെങ്കിൽ
അക്സർ എറിയേണ്ടി വരും. അവന്മാർ ലാസ്റ്റ് 2 ഓവേഴ്സിൽ 40 റണ്ണ് വേണ്ടി വന്നാൽ പോലും അവന്മാർ അടിച്ച് ജയിക്കുമെന്നുള്ളൊരു മൈൻഡ് സെറ്റോട് കൂടി ഞാൻ നിൽക്കുന്നത്. ബുംറ 18ാമത്തെ ഓവർ എറിയാൻ വരുന്ന സമയത്ത് 45 റണ്ണാണ് റെക്കോർഡ്. ബുംറ ആ ഒരു 6 റണ്ണേ കൊടുക്കുന്നുള്ളൂ. 39 റണ്ണ് ലാസ്റ്റ് 2 ഓവേഴ്സ് വേണം. പക്ഷെ 19ാമത്തെ ഓവർ ഹാർദിക് വന്നിട്ട് ഫസ്റ്റ് ബോളെ 6 കൊടുത്തിട്ട് ബാക്കി 5 ബോൾ വളരെ മനോഹരമായിട്ട് 3 റണ്ണ് മാത്രമാണ് കൊടുക്കും. കിടിലമായിട്ട് എറിയും. സാം കറന്റെ വിക്കറ്റ് എടുക്കും. എഗെയിൻ ക്യാച്ച്. തിലക ബൗണ്ടറി ലൈനിന് തൊട്ടടുത്ത് നിന്ന് എടുത്ത ക്യാച്ച്. ഇന്നത്തെ ഇന്ത്യയുടെ ഫീൽഡിംഗ് ടോപ്പ് നോച്ച് ആണ്. ഒരു 4 കളഞ്ഞ ആ ഒരു എറർ മാത്രമേ ഉള്ളൂ. ബാക്കി എറേഴ്സ് വളരെ കുറവാണ്. സോ ഫീൽഡിങ് ചെയ്ത് കഴിഞ്ഞാൽ ജയിക്കും. അങ്ങനെ ആ ഒരു ഓവർ 9 റണ്ണ് മാത്രമാണ് കൊടുക്കുന്നത്. അങ്ങനെയാണ് ലാസ്റ്റ് ഓവറിൽ 30 റണ്ണ് ദൂബെയാണ് എറിയാൻ വരുന്നത് കണ്ടപ്പോഴേ എന്റെ വയറ്റ് തടന്ന് അടിച്ചു തുടങ്ങി. അയ്യോ 30 റണ്ണ് ഇവൻ അടിക്കുവോ, കാര്യം വെച്ചാൽ മറ്റേ ബത്തലാണ് വാറ്റിയാൻ നിൽക്കുന്നത്. ആ ഒരു ഓവറിൽ ബത്തൽ റണ്ണൗട്ടായ സമയത്താണ് പിന്നെ ഒന്ന് സമാധാനമാവുന്നത്. എന്നിട്ടും ആ ഒരു ഓവറിൽ 22 റണ്ണ് ആർച്ചർ അടിക്കും. 3 6 ആർച്ചർ അടിക്കും. എനിക്ക് തോന്നുന്നു പിന്നെ ഇവൻ എന്താ പറയാ നോ ബോൾ എറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അധികം റിസ്ക് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് ഇട്ടുകൊടുത്താണെന്ന് തോന്നുന്നു. എന്നാലും അവനെ അടിക്കും. അത് വേറെ കാര്യം. നമുക്ക് ദൂബെ ഇങ്ങനെ വിശ്വസിച്ച് ആർത്തിക്കിന്റെ കൂട്ട് വിശ്വസിച്ചൊന്നും ബോൾ ചെയ്യാൻ കൊടുക്കാൻ പറ്റത്തില്ല. ഭയങ്കര 30 റണ്ണ് അല്ലെങ്കിൽ 25 റണ്ണൊക്കെ മുകളിലൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അവനൊക്കെ ചിലപ്പോൾ അത് കൺസീഡ് ചെയ്ത് കളയും. അങ്ങനത്തെ ഒരു ബോളിംഗ് ആണ് ദൂബയുടേത്. പ്രത്യേകിച്ച് ഈ വാങ്കഡ പോലത്തെയൊക്കെയുള്ള ഗ്രൗണ്ട് ആണ്. അല്ല കൊളംബോ പ്രേമദാസ സ്റ്റേഡിയം ഒക്കെ ആണെങ്കിൽ പിന്നെയും നോക്കാം. ഇന്ത്യയിൽ വാങ്കഡയൊക്കെ പോലുള്ള ഗ്രൗണ്ട് ഒക്കെ ആണെങ്കിൽ അടി മേടിച്ച് കൂട്ടും. ചെറിയ ഗ്രൗണ്ടാണ്. പിന്നെ കൊച്ചു ചെറുക്കൻ ബെത്തലിന്റെ ബാറ്റിംഗ് പറയാതിരിക്കാൻ വയ്യ. 48 ബോളിൽ 105 റണ്ണ്. അവൻ ഇംഗ്ലണ്ടിന്റെ ഭാവിയാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ RCB എങ്ങാണ്ടാണെന്ന് തോന്നുന്നു. RCBയുടെ ഭാവി ചിലപ്പോൾ ചെറുക്കൻ്റെ കയ്യിൽ 7 6ഉം 8 4ഉം. കിടിലൻ കളിയാണ് ചെറുക്കൻ കളിച്ച. കിടിലൻ കളി. ഇത്രയും ജനങ്ങളെ ത്രില്ലടിപ്പിച്ച് നെഞ്ചിടിപ്പിച്ച് കൊല്ലാറാക്കി ഒരുത്തൻ. കളി എങ്ങാനും ജയിച്ചായിരുന്നെങ്കിൽ അയ്യോ വേറെ ലെവലായി പോയന. വേറെ ലെവൽ. അവന്റെ ബാറ്റിംഗ് നോക്കണം. ക്ലീൻ ആണ്. ലാസ്റ്റത്തെ റൺഔട്ട് ആയിട്ടാണ്. അതുവരെ ഉള്ളവന്റെ ബാറ്റിംഗ് ക്ലീൻ ആണ്. എന്നാ കിടിലൻ ഷോട്ടാണെന്ന് അറിയോ. എനിക്ക് തോന്നുന്നു നിലവിലുള്ള ആൾക്കാരുടെ കൂട്ടത്തിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് കവർ ഡ്രൈവ് ചെയ്യുന്ന ഒരുത്തനാണ്. ഇന്ന് അങ്ങനത്തെ ഷോട്ടൊന്നും കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ ആഷസിനകത്തൊക്കെ 1-2 ഷോട്ട് ഇവൻ കളിച്ച കളി, സ്റ്റാർക്കിനെയൊക്കെ അടിച്ചടി, അത് പറയാതിരിക്കാൻ വയ്യ. അയ്യോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. എനിക്ക് തോന്നുന്നു ഞാൻ സംഘക്കാർക്ക് ശേഷം ഒരു ലെഫ്റ്റ് ഹാൻഡർ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് കവർ ഡ്രൈവ് കളിക്കുന്ന ആദ്യമായിട്ടാണ്. സോ അവൻ ഫ്യൂച്ചറാണ്. അവൻ ഭാവിയുള്ളവനാണ്. സോ അവനാണ് ഇംഗ്ലണ്ട് ടീമിന്റെ ഫ്യൂച്ചർ. എന്താണെങ്കിലും ഇന്ന് ഒരു മാരക ഗെയിം എന്ന് പറയാതിരിക്കാൻ വയ്യ. കോരിത്തരിച്ച് ചങ്കിടിപ്പിച്ച് പണ്ടാറടക്കിയ ഒരു മാച്ച്. ആൻഡ് അഗെയിൻ താങ്ക്സ് ബ്രൂക്ക്. ആ ഒരു ക്യാച്ച് കളഞ്ഞതിന്, ക്യാച്ചസ് വിൻ ദ മാച്ച് എന്നുള്ള സാധനം, ആ ഒരു ഫ്രൈസ് അഗെയിൻ ശരിയാക്കുന്ന തരത്തിലാണ് ബ്രൂക്കിന്റെ ഇന്നത്തെ ഒരു പരിപാടി. പാവപ്പെട്ട ആർച്ചറും ആ ഒരു ക്യാച്ച് കളഞ്ഞത് കാരണം തല്ലി മേടിച്ചു കൂട്ടി. ആർച്ചർ എന്തായാലും രാജസ്ഥാനിൽ കളിച്ചുകൊണ്ട് ഒരു ഗുണമുണ്ട്. സഞ്ജുവിനെ അടിക്കാൻ പഠിച്ചത് അതുകൊണ്ടാണെന്ന് തോന്നുന്നു. വാട്ട് എവർ, ഒരു കിടിലൻ മാച്ച്. ഇനി അപ്പോൾ നെക്സ്റ്റ് 8-ാം തീയതി അഹമ്മദാബാദിൽ വെച്ചിട്ട് ഫൈനൽ. വേറെ എവിടെ വെച്ച് നടത്താൻ വേണ്ടിയിരുന്നില്ല. ആ ഒരു കൊണച്ച സ്റ്റേഡിയം, സീരിയസ്ലി അഹമ്മദാബാദിലെ സ്റ്റേഡിയം ട്രോമയാണ്. ആ ഒരു സ്റ്റേഡിയം സത്യം ട്രോമയാണ്. എന്തിനാണ് അവിടെ കൊണ്ടിട്ടുണ്ടാക്കുന്നത്? വേറെ എവിടെങ്കിലും കൊണ്ടിട്ടുണ്ടാക്കണേ എന്താണെന്ന് കണ്ടറിയാം. ആൻഡ് ഈ ടീമിൽ സ്റ്റിൽ അറ്റ്ലീസ്റ്റ് അഭിഷേകിനെ മാറ്റിയില്ലെങ്കിലും വരുണിനെ മാറ്റണം എന്നാണ്. മാറ്റിയില്ലെങ്കിലും പണി പാടും. അവന്മാരുടെ ലാസ്റ്റ് കളി ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ്, ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് മുട്ടം ഫോമിലാണ്. രച്ചിൻ രവീന്ദ്ര വരെ കിടിലമായിട്ട് ഇപ്പോൾ ബോൾ ചെയ്യുന്നുണ്ട് അവന്മാരുടെ ടീമിൽ. സോ ഫിന്നലൻ വലിയൊരു ത്രെട്ടാണ് ഇന്ത്യക്ക്. ആൻഡ് ഇവന്മാരുടെ ആദ്യത്തെ 3 ബാറ്റ്സ്മാൻമാരുണ്ടല്ലോ, ഫിന്നലൻ, സൈഫേർട്ട്, അതുപോലെ തന്നെ രച്ചിൻ രവീന്ദ്ര, ഇവന്മാർ 3ഉം കൊൽക്കത്ത ടീമിലാണ്. IPL ഇപ്പൊ തുടങ്ങാൻ പോവുക. അവന്റെ ഹോം ഗ്രൗണ്ടിലാണ് കഴിഞ്ഞ കളി അവൻ 33 ആളെ സെഞ്ചുറി അടിച്ചത്. IPL ആ ഗ്രൗണ്ടിൽ ഇവൻ ഓപ്പൺ ചെയ്യുന്നത് ആലോചിച്ച് നോക്കിയേ. തൂത്തുറക്കിട്ട് അടിക്കത്തില്ല ഇവൻ. ഈ ഫോമും കൊണ്ട് IPL ചെല്ലുക. കിടിലമായിരിക്കും ഇവിടുത്തെ IPL കേട്ടോ എന്തായാലും. സോ ഇത്രയും കാര്യങ്ങളാണ് ഗൈസ് ഇന്നത്തെ ഈ ഒരു മാച്ചിനെ പറ്റി സംസാരിക്കാനുള്ളത്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ താഴെ വന്ന് കമന്റ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പൊ ശരി, ടാറ്റാ ബൈ.